എടാ ഞാനൊരു നൂൺ ഷോയ്ക്ക് പോകാന്ന് വെച്ചാ, നീ ടിക്കറ്റ് കിട്ടുമെന്ന് ആർക്കറിയാം? മോളെ ഒന്നോ എനിക്ക് ഒന്ന് കയറിക്കോ. ബസ് വരുന്നുണ്ടോ? വാ. പൂർണ്ണമൊന്നുമില്ല. ഇല്ല മച്ചു. വൃത്തികെട്ടവൻ. വേറെ എവിടെങ്കിലും പോയി ആയിക്കൂടെ? ബസ്സിനകത്ത് വേണോ ഇതൊക്കെ? എന്താ ചേച്ചി, എന്തു പറ്റി? ആ പെണ്ണിന്റെ ദേഹത്ത് കയറി പിടിച്ച ആ വൃത്തികെട്ടവൻ. ചിലവന്മാർ ഇതിന് ഇനി ബസ്സിൽ കയറുന്ന. എടാ ദിന, എഴുന്നേക്കടാ. 7 മണിയാവുന്നു. എഴുന്നേറ്റ് കഴിച്ചിട്ട് കിടന്നോ? എന്താടാ നേരത്തെ കയറി കിടന്നേ? എന്താടാ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? പനിയുണ്ടോ? ചൂടുണ്ടല്ലോ. എടാ എഴുന്നേക്ക്, എഴുന്നേറ്റ് മുഖം കഴുക്. കഴിക്കണ്ടേ? സോറി പൂർണി, ഞാൻ പൂർണി അവിടെ ഉണ്ട്. പൂർണി. ഏയ് ദിന, ദിന, ഏയ് ദിന, സുഖാണോ നിനക്ക്? ഏയ് നിങ്ങൾക്ക് അയാൾ അറിയാമോ? അറിയാം. എങ്ങനെ? എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടാ?
നീ കരയാതെ. നീ എന്തിനാ കരയുന്നേ? ആരും പറ പൂർണ്ണി. പോലെ പൂർണ്ണി. ഹലോ, പൂർണ്ണി വന്നില്ലേ? വന്നില്ല. ഇന്നലെ അവൾ ഒത്തിരി കരഞ്ഞു. അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി. എന്താ പ്രശ്നം എന്നറിയില്ല. ഇന്നാണെങ്കി വന്നിട്ടുമില്ല. താങ്ക്സ്. പൂർണിമ ഒരാഴ്ചയായിട്ട് കോളേജിൽ വരുന്നില്ല. എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? ഇല്ല, അറിയില്ല. നിനക്കറിയാന്ന് ഞാൻ വിചാരിച്ചേ. ശരി. പൂർണ്ണ ഇനി കോളേജിലേക്ക് വന്നില്ലാന്നോ? എന്താടാ ഈ പറയുന്നേ? നോട്ട് ബുക്കിൽ നിങ്ങളുടെ പേരെഴുതി വെച്ചത് വീട്ടിൽ കണ്ടു. ഭയങ്കര പ്രശ്നമായി. അവളെ ഒരുപാട് തല്ലി. ഇപ്പൊ തിരക്ക് പിടിച്ച കല്യാണം വരെ ഫിക്സ് ചെയ്തു തലേ. അവളെ രക്ഷിക്കതല്ലേ പ്ലീസ്. ഭയങ്കര പ്രശ്നമായിടാ. അവളുടെ വീട്ടിലറിഞ്ഞു. എനിക്ക് അവള് വേണോടാ. സത്യമായിട്ടും വീട്ടിൽ കളയാൻ പറ്റില്ലടാ എനിക്ക് അവളെ. അവള് എത്രയും വേഗം അവളെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവരണം. എടാ, കൂട്ടിക്കൊണ്ടുവരുമ്പോ അവൾ കൂടെ വരാൻ സമ്മതിച്ചാ? അതല്ല മച്ചു, അവക്ക് നിന്നോട് പ്രേമുണ്ടോന്ന് അറിയാനാ. ഏയ്, അല്ലാതെ അവള് വരാന്ന് പറയുവോ? അവക്ക് എത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്കല്ല അറിയാൻ പറ്റൂ. ഇത് മുമ്പത്തെ പോലെ അല്ലടാ. എന്നെ വിശ്വസിക്കൂ. എന്നെ വിശ്വസിക്കും പറ്റൂ. എനിക്ക് ഒരുത്തന്നെ സഹായം വേണ്ട. ഞാൻ പോവാം. ഏയ് നിക്കടാ. എങ്ങോട്ടായി പോന്നേ? എന്തായാലും ആലോചിച്ച് തന്നെ ചെയ്യണം. എടാ നിർത്ത്. എന്താ ഇനി ആലോചിക്കാൻ? മച്ചു, അവക്ക് നിന്നെ ഇഷ്ടമല്ലേ? ഒരുത്തനും വേണ്ട. ഞാൻ വരാം, നമുക്ക് പോടാ. എവിടെ പോനാ? പക്ക പ്ലാൻഡ് ആയിട്ട് തന്നെ പോണം. ആദ്യം ആ പെണ്ണിനോട് പോയി സംസാരിക്കണം. അവൾ എന്നാ വരുന്നതെന്ന് അറിയണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നിടത്ത് അവള് വരണം. മച്ചു, മിണ്ടാതെ ഒരു ലെറ്റർ എഴുതി കൊടുക്ക്. വേണ്ട മച്ചു, ആദ്യം സംസാരിക്കാൻ നോക്കട്ടെ. പറ്റിയില്ലെങ്കിൽ ലെറ്റർ എഴുതിയാൽ മതി. ആ, എപ്പോഴാ പോണ്ടേ? ഇന്ന് തിങ്കളാഴ്ച, കയ്യിപ്പത്ത് പൈസ ഇല്ല. ശനിയാഴ്ച 3 മണിക്ക്. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ വേണ്ട, അവളുടെ അമ്മ അവിടെ ഉണ്ട്. ഏതാടാ അവന്മാര്? അറിയില്ല മച്ചാ. അത് അല്പം റിസ്ക്കാ മച്ചു. സുഹൃത്തെ, എന്ത് റിസ്ക്? ഞങ്ങളെപ്പറ്റി നിനക്ക് അറിയില്ലേ? അറിഞ്ഞു ചെയ്യ്. നിന്നെ വിശ്വസിച്ചല്ലേ ഇവിടം വരെ വന്നിരിക്കുന്നത്. നീ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? ഏയ്, നിങ്ങൾ വന്ന കാര്യം അവരറിഞ്ഞാല് ഇവിടുന്ന് രക്ഷപ്പെടാനേ പറ്റില്ല. എന്തിനാ ഇത്ര ദേഷ്യം? പെണ്ണ് വിഷയമല്ലേ? അതാ. എടാ, എന്തിനാ പേടിച്ച് ചാവുന്ന്? പൂർണിമയെ കണ്ട് സംസാരിക്കണം. നിനക്ക് കഴിയുമോ ഇല്ലയോ? വെറുതെ വഴ വഴ കുഴ കുഴന്ന്. ഏയ് ചീ പോടാ, എന്നെ കൊണ്ട് പറ്റില്ലടാ. എന്ത് ചെയ്യടാ നീ? എവിടുന്ന് കിട്ടിയടാ അവനെ? സോറിടാ, ടെൻഷൻ കൊണ്ടാ. ഞങ്ങളെ കൊണ്ട് കഴിയാഞ്ഞിട്ടല്ലേ. അവൾ എൻ്റെ ജീവനാ, നിനക്കറിയോ? ഒന്ന് ഹെൽപ്പ് ചെയ്യ്. വാ. എടാ, ഇവിടുത്തെ പ്രശ്നം നിനക്കറിയില്ലേ? അത് അറിഞ്ഞുകൊണ്ടാണ് നീ സംസാരിക്കുന്നേ. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ കുറച്ച്. എനിക്ക് എങ്ങനെയെങ്കിലും അവളോട് സംസാരിക്കണം. അല്ലെങ്കിൽ ഈ ലെറ്റർ എങ്കിലും അവൾക്ക് കൊടുക്കണം. ഏയ്, ലെറ്ററാ പൊട്ടാ? അവളത് വാങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യൂടാ? നിനക്ക് ഭ്രാന്തൊന്നുമല്ല. എനിക്ക് വേണ്ടി എന്തുമാത്രം അവൾ കഷ്ടപ്പെട്ടെന്നറിയോ? അവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ. അവളെനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. ഒരു ജീവൻ രക്ഷിക്കുന്ന ചെറിയ കാര്യമില്ലെന്ന് നിനക്കറിയില്ലേ? ഏയ് ദിനേശ, വേണ്ട, ചുമ്മാതിരിക്കെ, പ്രശ്നമാവും. എടാ, നീ ഒന്നും മിണ്ടായിരിക്കും. എടാ, പൂർണ്ണി പോകുന്നടാ. എനിക്ക് അവളെ കാണണം. എന്നെ കൊണ്ട് പറ്റില്ല. വാ. എന്താണ് നീ നിക്കടാ അവിടെ. നിങ്ങൾ കണ്ടിട്ട് പോകും. എനിക്കിവിടെ ജീവിക്കണ്ടേടാ. ഏയ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയവനെ വിടടാ. ഇത് ശരിയാവില്ല കേട്ടോ. ആ എഴുതിങ്ങിതാ മനുഷ്യ മെനക്കെട്ട. എടാ, സൂക്ഷിച്ചു. എന്നെ കൊലക്ക് കൊടുക്കാൻ വന്നതാണ് നിങ്ങള്. അവക്ക് ലെറ്റർ കൊടുക്കാനായിട്ട് ചെന്നപ്പോ അവളുടെ ചേട്ടനെതിരെ വരുന്നു. എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. നിങ്ങളുടെ കൂടെ ഞാൻ ചേർന്നല്ലോ. നന്നായിരിക്കട്ടെ. പോടാ. അവളുടെ ചേട്ടനെ കാണുന്നത് അറിഞ്ഞാ എന്നെ കൊന്നുകളയും. ഇതാ നിന്റെ ലെറ്റർ, എടുത്തോണ്ട് പോയിക്കോ. നീ ഞാൻ വേണ്ടി യാതൊരു ബന്ധവുമില്ല. ഇനി എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നേക്കരുത്. അയ്യോ,
ദിന, ആരാടി ഇത്? നിങ്ങൾ എന്താ ഇവിടെ? ഈ ലെറ്ററിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. നീ വരാൻ റെഡി ആയിക്കോ. ശനിയാഴ്ച. ഓക്കെ? ആരാടാ അത്? എന്താ കാര്യം? പിടിക്ക് അവനെ, പിടിക്ക് പിടിക്ക്, വേഗം ഓട്, വേഗം ഓട്. വാ 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 വാ. അവൻ തീർന്നെന്ന് വിചാരിച്ചു. വന്ന ദേഷ്യത്തിന് ഒരുത്തനെങ്കിലും തട്ടണമെന്ന് വിചാരിച്ച. പോയത് പോട്ടെന്ന് വിചാരിച്ച് അവനെ കേട്ട് ഞാനിങ്ങി പോന്നു. എന്നെ കണ്ടപ്പോൾ അവളുടെ മുഖം കാണായിരുന്നു. എന്ത് സന്തോഷമായിരുന്നു അറിയോ? അപ്പൊ തന്നെ കൈ പിടിച്ചോണ്ടിങ്ങ പോരണമെന്ന് ഞാൻ വിചാരിച്ചതാ. ഒരു പെണ്ണ് എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന അറിയുമ്പോ മനസ്സ് നീറുന്നടാ. അച്ഛനമ്മമാർക്ക് ആഗ്രഹം കാണില്ലേ മക്കളെ എങ്ങനെയൊക്കെ കല്യാണം കഴിച്ചയക്കണമെന്ന്? അവളുടെ മുഖം കാണണം മച്ചു. കഷ്ടം തോന്നും. വിടുമച്ചു, എല്ലാം ഇപ്പൊ ആഗ്രഹിച്ച പോലെ നടക്കൂ. ഏയ്, ഞാൻ എന്താ പറയുന്നത്, നീ എന്താ കേൾക്കുന്നേ? അവനോട് പറഞ്ഞാൽ നിന്നെ വെട്ടി കായലെറിയും. ആരടാ വെട്ടാൻ പോകുന്നത്? നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം? ഒന്നും ചെയ്യല്ലേ, വേണ്ട വേണ്ട. ആ വൃത്തിയായിട്ടുള്ള പൂർണ്ണിയോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കാണുമെന്ന് പേടിയായിരുന്നു മച്ചു. പിന്നെ അറിഞ്ഞത് ഞങ്ങളുടെ കാര്യം വീട്ടിലറിഞ്ഞിട്ട് അങ്ങനെ ചെയ്തതെന്ന്. അവൾ ഒരുപാട് കരഞ്ഞു പറഞ്ഞു. പൂർണ്ണിക്ക് എന്തെങ്കിലും ആയാ ഞാൻ എന്തൊക്കെ ചെയ്യുന്ന എനിക്കെന്നറിയില്ല. സമാധാനപ്പെട, അവക്ക് ഒന്നും സംഭവിക്കത്തില്ല. പെണ്ണുങ്ങൾ വളരെ ഷാർപ്പാ. ധൈര്യത്തോടെ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കണ്ടോ? ഇങ്ങനെ പൂച്ചയെ പോലെ പതുങ്ങിയിരുന്നിട്ട് ഓരോന്ന് ചെയ്തു വെച്ചേക്കുന്നത് കണ്ടില്ലേ? നീ ആടി ഇതിനൊക്കെ കാരണം നീ ഒറ്റ വരുത്തിയാ. അതെ, എന്റെ തെറ്റാ. ഞാനാ വളർത്തിയേ. ഇവിടെ പറയാനിട്ടാ അവൻ ഇവിടെ വരെ വന്നേ. അതെ, ഞാൻ പറഞ്ഞിട്ട് തന്നെ അവന്റെ കൂടെ തന്നെ ജീവിക്കാൻ പോകുന്നത്. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ. കേട്ടോ, ഇവിടെ പറയുന്നു കേട്ടോ. ഇവിടെ ഞാൻ അമ്മേ, 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 വെറുതെ ഇരിക്ക് അമ്മേ. എന്തേ കാണിക്കുന്നെ? എന്താ ലെറ്റർ കൊടുത്തില്ലേ? ഇനി എന്താണ് വെറുതെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇനി ഒരു പ്രശ്നമില്ല. നമ്മൾ ബാക്കി കാര്യമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. പൂർണിമ, പൂർണിമ. എടി എന്താ ചിരിച്ചോണ്ടിരിക്കുന്നത്? പറഞ്ഞോടുക്ക്. എടി പറയടി. എന്ത് പറയാനാ? എന്തേലും പറ. അങ്ങേര് പറയുന്ന പോലെ ചെയ്യ്, എല്ലാം നന്നായി വരും. ഇവിടുന്ന് നേരെ പോയി ഒരു തട്ടുകട കയറി അവിടുന്ന് ഒരു ചായയും കുടിച്ച് കുറച്ചു നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഷാർപ്പ് 2 മണിക്ക് ഇറങ്ങി സ്പോട്ടിലേക്ക് പോവാം. പെണ്ണ് വന്നാലുടൻ അവളും ദിനയും ഒരു ബൈക്കില്, നമ്മൾ 3 പേരും മറ്റൊരു ബൈക്കില്. അവിടുന്ന് ആവൂരിൽ എൻ്റെ ഒരു ചേച്ചിയുടെ വീടുണ്ട്. നേരെ അവിടേക്ക് പോവാം.